സോ ഹലോ വാട്സപ്പ് ഗായ്സ്, എല്ലാവർക്കും ബ്ലാസ്റ്റേഴ്സ് ഫാൻ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. സോ നിലവിൽ നമുക്കറിയാൻ പറ്റുന്നൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ മാനേജ്മെൻറ്റിനെ പറ്റിയിട്ട് നിലവിൽ കാര്യമായിട്ടുള്ള ഒരു കാര്യവും അത് പുറത്ത് വന്നിട്ടില്ല എന്നുള്ളതാണ്. ഇതിനനുബന്ധിച്ച് എനിക്ക് ചില നിരീക്ഷണങ്ങൾ നിങ്ങളടുത്ത് പറയാനുണ്ട്. അതിനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. പിന്നെ ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ചില കണ്ടീഷൻസും. ഓക്കെ, അത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മാനേജ്മെൻറ്റിനെ പറ്റി തന്നെ പറഞ്ഞു തുടങ്ങാം. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മാനേജ്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം നിലവിൽ യാതൊരുള്ള എന്താ പറയുക ഹിൻഡോ അല്ലെങ്കിൽ കാര്യങ്ങളൊന്നും പുറത്ത് വന്നിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ നമുക്കൊരു നല്ല ഒരു അഡ്മിൻ പോലും ഇല്ല എന്നുള്ളതാണ്. അത് മാനേജ്മെൻറ്റ് മൊത്തം പൂട്ടിപ്പോയെന്നുള്ള ഏറ്റവും വലിയ തെളിവാണ് ആ അഡ്മിൻ സോഷ്യൽ മീഡിയ ഹാൻഡിൽ നിലവിൽ പ്രവർത്തിക്കാത്തത്. കാരണം അതിനുള്ള ആളൊന്നും അവിടെ ഇല്ല. ഇനി ക്ലബിനെ പൊടി തട്ടി എടുക്കണമെങ്കിൽ പുതിയ ആൾക്കാർ വരണം. സോ അവരാരായിരിക്കുമെന്ന് അറിയാൻ വേണ്ടി നമുക്ക് ഇനിയും ഒരാഴ്ച കാത്തിരിക്കണം. ബട്ട് എനിക്ക് ഇത് ആരാകുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ഉണ്ട്. ആരായാലും പക്ഷേ എനിക്ക് നിങ്ങളോട് ചില കാര്യങ്ങൾ പറയാനുള്ളത്, നിങ്ങൾ ഒരിക്കലും വാഗനം പോയെന്ന് കരുതി ഈ സീസൺ നമ്മൾ കൊണ്ടുപോയി കപ്പടിക്കുമെന്നൊന്നും കരുതരുത്. ഇറ്റ്സ് എ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സ്. ഒരു മാനേജ്മെൻറ്റ് ഒരു ക്ലബ്ബിൽ അപ്പോയിൻറ്റ് ചെയ്ത അതേ സീസൺ കപ്പടിച്ച ഒരു ചരിത്രമില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളത് ആദ്യം മനസ്സിലാക്കണം. ആദ്യം ക്ലബിനെ ഓരോരോ ഭാഗത്ത് ഹയർ ചെയ്യണം. ഓരോരുത്തരെ CEO അടുത്ത സീസൺ വരും. CEO ഇത്തവണ അഭിക് ചാറ്റർജി ആയിരിക്കും. അത് അടുത്ത സീസൺ മാറുമായിരിക്കും. അപ്പോൾ ഇപ്പം ഇനി ഒരു സ്പോർട്ടിംഗ് ഡയറക്ടർ, മറ്റ് സ്റ്റാഫുകളൊക്കെ വരേണ്ടതുണ്ട്. അഡ്മിന് വരേണ്ടതുണ്ട്. അഡ്മിനെ കണ്ടുപിടിക്കാൻ വലിയ പണിയൊന്നുമില്ല. സോ അങ്ങനെയൊക്കെ നടക്കേണ്ടതുണ്ട്. അതാണ് മനസ്സിലാക്കണം നമ്മൾ. അല്ലാതെ പെട്ടെന്ന് വന്ന് നമ്മൾ കപ്പടിക്കുന്നൊന്നും ആരും കരുതിയേക്കരുത്. കാരണം നമ്മളിപ്പോൾ നമ്മുടെ അടുത്തൊരു പ്ലെയർ മാത്രമേ വിദേശ താരമായിട്ടുള്ളൂ, അഡ്രിയൻ ലൂണ. അദ്ദേഹത്തെ മാത്രം വിശ്വസിച്ചുകൊണ്ട് എങ്ങനെ കളിക്കുമെന്ന് നിങ്ങൾ ചിന്തിക്കുക. തീർച്ചയായും ഈ ക്ലബിന് കൂടുതൽ കളിക്കാരെ വേണം, മനസ്സിലായോ? അതുകൊണ്ട് തന്നെ ഈ സീസൺ എനിക്ക് തോന്നുന്നില്ല നമ്മൾ വലിയ ഗംഭീര പെർഫോമൻസ് നടത്തുന്നു. തീർച്ചയായും അത് അടുത്ത സീസണെ ഫോക്കസ് ചെയ്ത് ഇതെല്ലാ സീസണും ഈ കാര്യം തന്നെയാണ് പറയൽ. പക്ഷേ ഈ സീസൺ നിങ്ങൾ ഒരിക്കലും ഒരു സക്സസ് ഒരിക്കലും പ്രതീക്ഷിക്കരുത്. ഇനി പുതിയ വരുന്ന മാനേജ്മെൻറ്റിനെ നിലവിൽ കുറ്റം പറയേണ്ട യാതൊരു അവസ്ഥയുമില്ല. കാരണം പുതിയ എന്താ പറയുക, പ്ലേയേഴ്സ് വരണം, പുതിയ ടീം വരണം, പുതിയ കോച്ച് വരേണ്ടി വരില്ല. ആക്ച്വലി നിലനിൽക്കാൻ തന്നെയാണ് ചാൻസ്. പക്ഷേ അഥവാ പുതിയ സിസ്റ്റം ആയിരിക്കുമല്ലോ, എന്തായാലും പുതിയൊരു എക്കോ സിസ്റ്റം ബിൽഡ് ചെയ്യണം. ഇപ്പോൾ ഒരുപാട് പൈസ കയ്യിൽ ഉള്ളവരാണ് വന്നതെങ്കിൽ പോലും ഒരു നല്ല എക്കോ സിസ്റ്റം കൂടി വേണം. മോശമായാലും അല്ലെങ്കിൽ നല്ല പൈസ ഉള്ളവരാണെങ്കിലും നല്ലൊരു എക്കോ സിസ്റ്റം ആദ്യം ബിൽഡ് ചെയ്തെടുക്കണം. അതിനൊരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സാണ്. ഒരു സീസൺ കൊണ്ട് സിംഗിൾ സീസണിൽ പെട്ടെന്ന് സുപ്രഭാതത്തിൽ നടക്കുന്ന ഒരു കാര്യമല്ല. സോ ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സ് ചെയ്യണം എന്നുള്ളതാണ്. പിന്നെ ഇന്ത്യൻ ഫുട്ബോളിനെ പറ്റി എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. അത് ജാംഷഡ്പൂരിനെ പറ്റിയിട്ടാണ്. ജാംഷഡ്പൂർ എന്ന് പറഞ്ഞ ക്ലബ്ബ് എന്തായാലും പൂട്ടിപ്പോയിരിക്കുകയാണ് ഗൈസ്. അവരെ സംബന്ധിച്ചോളം ഭയങ്കര സെഡായിട്ടുണ്ട്. കാരണം അവരുടെ പ്ലേയേഴ്സൊക്കെ വന്ന് വീഡിയോ ഇടേണ്ട അവസ്ഥ വന്നു. നിങ്ങൾ ഇതിനോട് തീർച്ചയായും പ്രതികരിക്കണം, നമ്മളോടുള്ള റിക്വസ്റ്റ് എന്ന രീതിയിൽ. സോ അത്രയും ഗതികെട്ട അവസ്ഥയിലൂടെയാണ് ഇന്ത്യൻ ഫുട്ബോൾ കടന്നു പോകുന്നത്. വരാനിരിക്കുന്ന ഡിസംബറിൽ IFFൻ്റെ പ്രസിഡൻറ്റ് പദവിയിലേക്ക് ഇലക്ഷൻ നടക്കുന്നുണ്ട്. ഇതിലെങ്കിലും ആ കല്യാൺ ശോഭ തോറ്റു പോകട്ടെ എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ കോക്രോച്ച് ജനതാ പാർട്ടിയൊക്കെ ഡൽഹിയിൽ പ്രൊട്ടസ്റ്റ് ചെയ്ത കൂട്ടത്തിൽ ഈ ഒരു ടോപ്പിക് നമുക്ക് ഉന്നയിക്കണം. സ്പോർട്സ് മേഖലകളിലെ ഇന്ത്യയുടെ ഈ ഒരു രീതിയിലുള്ള സമീപനം, അതായത് ഇതിപ്പോൾ ജംഷഡ്പൂർ പൂട്ടിപ്പോയതൊരു വലിയ പ്രശ്നമായിട്ട് എവിടെയും മാറിയതായി ഞാൻ കാണുന്നില്ല. മനസ്സിലായോ? വളരെ സ്പോർട്സ് ഹാൻഡിലുകളിലല്ലാതെ മറ്റെവിടെയും ഇതൊരു വലിയൊരു കോമൺ പ്രശ്നമായി വളർന്നതായിട്ട് ഞാൻ കാണുന്നില്ല. ഇത് തീർച്ചയായും ഒരു കോമൺ പ്രശ്നമാണെന്നുള്ള രീതിയിൽ ഒരു രാജ്യത്തിൻ്റെ തന്നെ പ്രോബ്ലമായിട്ട് തന്നെ കാണാം. കാരണം ഇത് നാണക്കേടാണ്. ഒരു ഇത്രയും ജനസംഖ്യയുള്ള രാജ്യത്തിൽ, ലോകത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന രാജ്യത്തിൽ, മൂന്നാമത്തെയൊക്കെ എക്കണോമിക്കൽ പവർ രാജ്യത്തിൻ്റെ ഫസ്റ്റ് ഇയർ ലീഗിലൊരു ക്ലബിന് ഇതുപോലെ സർവൈവ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ലീഗിന് ഇതുപോലെ സർവൈവ് ചെയ്യാൻ പറ്റുന്നില്ല പൈസ കൊടുത്തിട്ടെന്ന് പറയുന്നത് നാണക്കേട്. ഷെയിംഫുൾ അല്ലേ? ഇത്രയും എക്കണോമിക്കൽ സ്റ്റെബിലിറ്റി ഉണ്ടെന്ന് പറഞ്ഞ രാജ്യത്ത് ഒരു ലീഗ് പോലും നടത്താൻ കഴിവില്ലാത്ത, കയ്യിൽ പൈസ ഇല്ലാത്തവരെങ്ങനെയാണ് മക്കളെ അപ്പോൾ അത് കെട്ടിച്ചമച്ച കണക്കുകളായിരിക്കും അന്നെങ്കിൽ നമ്മൾ ആ രീതിയിൽ എത്തിക്കുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കണം. അല്ലെങ്കിൽ നിങ്ങൾ ചെയ്ത് കാണിക്കുക, പ്രൂവ് ഇറ്റ്. ഇത്രയും പൈസ ഉള്ളവരല്ലേ, നിങ്ങൾക്കൊരു നല്ല ലീഗ് നടത്തിക്കൂടെ? അതാണ് ചോദ്യം. ഒരു മര്യാദയ്ക്ക് ലീഗ് പോലും ഇത്ര ഡിലേയാണ്. എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ ഓഗസ്റ്റിൽ തന്നെ ലീഗ് സ്റ്റാർട്ട് ചെയ്യണം എന്നാണ് എൻ്റെ ഒരു അങ്ങനെ വലിയൊരു ലോങ് ലീഗായിരിക്കണം നമുക്ക്. സോ അത്ര തന്നെ എനിക്ക് പറയാനുള്ളത്.
പിന്നെ ഇന്ത്യൻ ഫുട്ബോൾ പ്ലേയേഴ്സിൻ്റെ കാര്യം, അവരുടെ കാര്യം വളരെ പറയാതിരിക്കുന്നത് നല്ലത്. തീർച്ചയായും അവർക്കായിട്ട് SLK ഒക്കെ വലിയ എന്താ പറയുക സപ്പോർട്ട് നൽകുന്നുണ്ട്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ SLKയുടെയൊക്കെ ട്രയലുകൾ, ഫുട്ബോളേഴ്സൊക്കെ ആവാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ SLKയുടെ ട്രയലുകളിൽ നിങ്ങൾ അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ് മാക്സിമം. ഇപ്പോൾ എൻ്റെ ഒരു കാര്യത്തിലെടുക്കുകയാണെങ്കിൽ എനിക്ക് ഹോം സപ്പോർട്ടില്ല, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് സപ്പോർട്ടില്ല, അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടാവും. അവരെ കാര്യം എനിക്ക് മനസ്സിലാവുന്നു. ബിക്കോസ് ഞാൻ അങ്ങനെ ഒരാളാണ്. എന്തെങ്കിലുമൊക്കെ ഒരു കിനാവ് പൂത്തിയിടുമെന്ന് വിചാരിക്കുന്നു. കിനാവ് പൂക്കാൻ ചാൻസ് കുറവാണ്. ഇനി വരുന്നവർക്ക് ആ രീതിയിലുള്ള പ്രശ്നം വരില്ല എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ്. കാരണം ഇത് അനുഭവിച്ചവരാണ് ഇപ്പോൾ ഉള്ള നമ്മുടെ ജെൻസി. കാരണം ഞാനൊക്കെ ജെൻസി, യെസ്. ഈ കാണുന്നവർ 90s ഉണ്ടാവും. എന്നാലും ഞാൻ പറയട്ടെ, ഈ ജെൻസിക്കാരെന്ന് പറയുന്നവരും ഈ ഫാമിലി പ്രഷർ അനുഭവിക്കുന്നവരാണ്. അവർക്കും യാതൊരു സപ്പോർട്ടും ഇല്ല. ഇനിയിപ്പോൾ അവർക്ക് വരുന്ന മക്കൾ, ഞങ്ങൾക്ക് വരുന്ന മക്കൾ ഇതിലൊരിക്കലും സംഭവിക്കാൻ പോകുന്നില്ല. സിമ്പിൾ തിങ്. അപ്പോൾ അവിടെ നമുക്ക് ഇന്ത്യക്ക് ഒരു വേൾഡ് കപ്പ് ചാൻസൊക്കെ നാം കാണുന്നുണ്ട്. എപ്പോൾ ഈ ജെൻസി നന്നായിട്ട് വർക്ക് ചെയ്യണം അതിൽ, മനസ്സിലായോ? ജെൻസിയും ആ പഴയ കാലം ഫോളോ ചെയ്യുകയാണെങ്കിൽ ഇന്ത്യൻ ഫുട്ബോൾ ചത്ത് മലർന്ന് തന്നെ കിടക്കും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. സോ ഇത്രയേ ഉള്ളൂ വീഡിയോ. താങ്ക് യു ഗൈസ്.